തങ്കക്കൂടമേ പൊന്നും കൂടമേ താറാവ് സാറാമേ വിജയോ ശാരദയോ ആരാണ് നീ ജയ ശകുന്തളേ ഓം ശകുന്തളേ നിന്റെ സത്രത്തിനരികിലൻ സ്റ്റേറ്റുകാർ ഓടിച്ചു ദുഷന്തനെത്തി ഈ ആനന്ദദാനം 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 ആനന്ദദാനം. ചിരിയുടെ തമ്പുരാൻ. അതെ, തമ്പുരാൻ. ചിരിയുടെ തമ്പുരാൻ മലയാളത്തിൽ ഒരാളേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേര് പറയാതെ തന്നെ. അടൂർ ഭാസി. നിന്നാലും ഇരുന്നാലും കിടന്നാലും ഹാസ്യത്തിൻ്റെ ഉറവകൾ പൊട്ടിച്ചുകൊണ്ട് നടക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ചിരിക്ക് വേണ്ടി ജനിച്ച മനുഷ്യൻ. അദ്ദേഹത്തെപ്പറ്റി മലയാള സിനിമാ വേദിയിൽ ഒരുപാട് സിനിമയെപ്പറ്റി സിനിമയുടെ പിന്നാമ്പുറ കഥകൾ ഉണ്ടാക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അടൂർ ഭാസി. സിനിമയുടെ അഭിനയ രംഗത്ത് മാത്രമല്ല, അദ്ദേഹം നാടകവേദിയിലും ആകാശവാണിയിലൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കഥകളുണ്ട്. നമുക്കത് വഴിയേ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് CV രാമൻപിള്ള. അദ്ദേഹം മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ തുടങ്ങിയ ചരിത്ര ആഖ്യായകളുടെ ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ മകനാണ് അടൂർ ഭാസി. അദ്ദേഹത്തിൻ്റെ അച്ഛനാരെന്ന് കേൾക്കണ്ടേ, EV കൃഷ്ണപിള്ള. അദ്ദേഹവും MLC കുന്നത്തൂർ സാമാജിക നിയമസഭാ മണ്ഡലത്തിലെ MLC ആണ്. MLC എന്നറിയപ്പെടുന്നത്. പിന്നീടോ തിരുവനന്തപുരം കൊല്ലം ബാറുകളിലെ അതിപ്രശസ്തന അഡ്വക്കേറ്റ് ആയിരുന്നു. കൂടാതെ ഹാസ്യ സാഹിത്യകാരൻ. ചിരിയും ചിന്തയും കവിതയും കേസും എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് ഹാസ്യ ലേഖനങ്ങളുടെയും നാടകങ്ങളുടെയും ഒക്കെ ഒരു സാഹിത്യകാരനും കൂടാണ് EV കൃഷ്ണപിള്ള. അങ്ങനെ EV കൃഷ്ണപിള്ളയുടെയും CV രാമൻപിള്ളയുടെ മകളായ മഹേശ്വരി അമ്മയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് അടൂർ ഭാസി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അനിയന് നിങ്ങൾക്കെല്ലാവരും കുറെ ചന്ദ്രാജി. അദ്ദേഹം രാജ് കപൂറിൻ്റെ സ്റ്റുഡിയോയിലെ മാനേജറായിരുന്നു. പിന്നീട് ഒരനിയൻ പത്മനാഭൻ നായർ മലയാള മനോരമയെ വളരെ പ്രചാരത്തിൽ ഉയർത്തിയ മലയാള മനോരമ വാരികയുടെ പത്രാധിപരായിരുന്നു. EV കൃഷ്ണപിള്ളയും മലയാള മനോരമയുടെ ആദ്യത്തെ കാലത്തെ പത്രാധിപരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെയും ആ പത്രാധിപ സ്ഥാനത്തേക്ക് ആ കുടുംബം ക്ഷണിച്ചത്. അങ്ങനെ സാഹിത്യത്തിലും ഹാസ്യത്തിലും പത്രപ്രവർത്തനത്തിലും എല്ലാം കൊണ്ടും നല്ല ഒരു പശ്ചാത്തലം അടൂർ ഭാസിക്കുണ്ടായിരുന്നു. അദ്ദേഹം അച്ഛൻ മരിച്ചു, കുടുംബം വളരെ ദാരിദ്ര്യമായ അവസ്ഥയിലേക്ക് അവർ അടൂരിലേക്ക് താമസം മാറ്റി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തന്നെ വന്ന് തിരുവനന്തപുരത്ത് കലാവേദി എന്നൊരു സംഘടനയുണ്ട്. അതിനു പിന്നെ അടൂർ ബാലവേദിയിൽ അദ്ദേഹം നാടകം അവതരിപ്പിച്ചത്. ഡൽഹിയിലൊക്കെ പോയി വളരെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതായിരുന്നു. അതിനുശേഷം അതേ കലാവേദിയിൽ അന്നത്തെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അഡ്വക്കേറ്റ്മാർ, ഒരു അമച്ചർ നാടക സംഘമായിരുന്നു. പക്ഷെ അടൂർ ഭാസി ഇതൊന്നും അല്ലെങ്കിലും അച്ഛൻ്റെ അഡ്വക്കേറ്റിൻ്റെ പേരും അപ്പൂപ്പൻ എഴുത്തുകാരൻ എന്നുള്ള പേരിലും അദ്ദേഹത്തിന് ഇവിടെ അംഗത്വം കിട്ടി. അങ്ങനെ NB ചെല്ലപ്പൻ നായരുടെ ഇബിലീസുകളുടെ നാട്ടിലെ വീരൻ്റെ തൂവലും തുമ്പയും, ഈ NB ചെല്ലപ്പൻ നായരുടെ ഈ ഇബിലീസുകളുടെ നാട്ടിൽ രാഷ്ട്രീയം കൊണ്ട് നശിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ. അതിൻ്റെ ഒരു ചെറിയ അനുകരണമാണ് പിന്നീട് ശ്രീനിവാസൻ എഴുതിയ സന്ദേശം എന്ന കഥ. അതൊക്കെ പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹം ഈ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. നാടകം നല്ല പേരായി. നാടകങ്ങളിൽ അദ്ദേഹം സ്ത്രീവേഷങ്ങൾ കെട്ടി. സ്ത്രീവേഷം കെട്ടാന്ന് സ്ത്രീകൾ വരാവുന്ന കാലഘട്ടം സ്ത്രീവേഷവും അദ്ദേഹം കെട്ടിയിരുന്നു. അത് പിൽക്കാലത്ത് അദ്ദേഹത്തിന് സിനിമയിലെ സ്ത്രീവേഷം പ്രശസ്തമായത് ഈ ഒരു പാരമ്പര്യം കൊണ്ടായിരിക്കും അദ്ദേഹം. അങ്ങനെ കലാവേദിയുടെ നാടകങ്ങളിൽ ജഗതി NK ആചാരി, NB ചെല്ലപ്പൻ നായർ, വീരൻ, അങ്ങനെ പലരുടെയും നാടകങ്ങൾ ഇവരുടെ ശ്രീ ചിത്രനിരുന്നാൾ ഗ്രന്ഥശാലയോടനുബന്ധിച്ച വാർഷികത്തിലും അങ്ങനെ തിരുവനന്തപുരത്ത് നാടക വേദികളിൽ അടൂർ ഭാസി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തിരമാല എന്നൊരു പടത്തിൽ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് പേര്. സിനിമ വർഷത്തിൽ 1-2 സിനിമ ഇറങ്ങും. സിനിമയൊന്നും അത്ര ആകർഷണീയമായിട്ടില്ല മലയാളത്തിലൊന്നും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ PRS പിള്ള എന്നൊരാൾ വിളിക്കുകയാണ്. വിമൽകുമാർ എന്നൊരു ഡയറക്ടറാണ് ചെയ്യുന്നത്. അങ്ങനെ പക്ഷേ ഇദ്ദേഹത്തിന് നാടകത്തിന് തിരക്കുമ്പോൾ പോകാൻ പറ്റില്ല. നാടകത്തിന് തിരക്കൊഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം സേലത്ത്
അവിടെ സ്റ്റുഡിയോയിലാണ് എൻ്റെ വർക്ക്. സേലത്തേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് വെച്ചിരുന്ന റോള് ആരോ തട്ടിയെടുത്ത്. അന്നും പാരപണി എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. അദ്ദേഹത്തിന് വെച്ചിരുന്ന റോൾ അദ്ദേഹം വരാത്തും തട്ടിയെടുത്ത്. അതുവരെ കാത്തിരിക്കാൻ അതിൻ്റെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അവർക്കും പറ്റിയില്ല. എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വിമൽ കുമാർ, രാമു കരിയാട്ടാണ് അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ. രാമു കരിയാട്ട് അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ തിരമാല സിനിമയെ കൊണ്ടാണ്. അങ്ങനെ അതിലൊരു ജോലിക്കാരൻ പശുവിനെ അഴിച്ചു കെട്ടുന്ന സീനുണ്ട്. അത് അഭിനയിച്ചാൽ വന്നു. അതിനെപ്പറ്റി അടൂർ വാസി തന്നെ ഒരു പറഞ്ഞ കഥയുണ്ട്. അത് എൻ്റെ കോമഡിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും കൊണ്ട് മകൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയല്ല, അങ്ങനെ കാണാൻ തിയേറ്ററിൽ പോയി. അപ്പോൾ അമ്മയുടെ കണ്ണിൽ എന്തോന്ന് കരടെന്തോ വന്ന് വീണ് അമ്മ കണ്ണെന്ത് അടച്ച് ഇങ്ങനെ തിരുമ്പി എന്നിട്ട് കണ്ണടച്ച് തുറക്കുന്നപ്പോൾ ബാസിയുടെ സീൻ പോയി. അമ്മ ഇവൻ്റെ മോനെ കണ്ടില്ല, അമ്മ അത് ഞാൻ ഇപ്പോൾ വന്നു പോയി. അതായിരുന്നു ബാസിയുടെ ഒരു അഭിനയം. അതോടെ മലയാള സിനിമയിൽ അഭിനയിക്കേണ്ട, അത് തനിക്ക് പറ്റിയല്ല, അദ്ദേഹം പോരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് രാമു കരിയാട്ട് അദ്ദേഹത്തിൻ്റെ 1-2 പടങ്ങൾ നാടോടികൾ പരാജയപ്പെട്ടു. നാടോടിയല്ല, മിന്നാമിനി, അത് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം നല്ലൊരു പടം എടുക്കണമെന്ന് രീതി വരുമ്പോൾ ആ കാലത്തെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തി അറിയിച്ച KPSCയുടെ മുടിയനെ അദ്ദേഹം കാണാനിടയാകുകയും തോപ്പിൽ ഭാസിയുടെ നാടകം അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അങ്ങനെ തോപ്പിൽ ഭാസി ഓടി ഒന്ന് വിലയ്ക്ക് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാമു കരിയാട്ടല്ലേ തരാമെന്ന് പറഞ്ഞു. തോപ്പിൽ ഭാസി തിരക്കഥ എഴുതുന്നു. അങ്ങനെ അപ്പം അതിൽ ആ നാടകത്തിൽ ഓമാധവനാണെന്ന് നായകൻ രാജനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രാമു കരിയാട്ട് നോക്കിയപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു അത് നിഷേധഭാവം സിനിമ നാടകത്തിൽ ദൂരെ ഇരുന്ന് കാണുന്നില്ല, അതുകൊണ്ട് സിനിമയിൽ ക്ലോസൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടണം, അതുകൊണ്ട് നമുക്ക് വേറൊരു ക്യാരക്ടറിനെ തിരക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ എല്ലാം കൺസൾട്ടൻ്റാണ്. K. ബാലകൃഷ്ണൻ കേരളത്തിലെ മുഖ്യമന്ത്രി C. കേശവൻ്റെ മകനാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ പത്രാധിപരാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു സിനിമ അങ്ങനെ ആദ്യം ചെയ്തിട്ട് ത്യാഗസീമ എന്നൊരു പടം സത്യനെ നസീറിനെ ഒക്കെ തുടങ്ങിയതാണ്. അത് പിന്നെ എന്തോ നടന്നില്ല. ശ്രീകൃഷ്ണ സ്റ്റുഡിയോയുടെ സിനിമ. അത് സിനിമയുടെ എല്ലാ എഴുത്തുകാരനും എല്ലാവരെയും അറിയാം. അപ്പം രാമു കരിയാട്ട് ബാലകൃഷ്ണനോട് ചോദിച്ചു, എങ്ങനെ നമുക്ക് പരിക്കാനായിട്ട് ഒരാളെ വേണമല്ലോ, ഉണ്ടല്ലോ ആളുണ്ടല്ലോ, സത്യൻ എൻ്റെ സുഹൃത്ത്, നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യനെ കണ്ടു, ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങനെ അപ്പം വേറൊരാളുടെ കരയോഗം സെക്രട്ടറിയാണ്, ഇച്ചിരി കോമഡി കലർന്ന റോളാണ്. അതിനാരെ വേണമെന്ന് വെച്ചപ്പം ബാലകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എടാ പോടാ വിളിച്ചുള്ള ഒരു ബന്ധമാണ് ബാലകൃഷ്ണനും അടൂർ വാസിയും തമ്മിൽ. കാരണം അവരച്ഛനും C. കേശവനും CV രാമൻപിള്ളയും EV കൃഷ്ണപിള്ള എല്ലാവരോടും ഭയങ്കര അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ആ തലമുറ അടുത്ത ബന്ധമാണ് അടൂർ വാസിയും കൗമുദി ബാലകൃഷ്ണനും തമ്മിൽ. എല്ലാ കാര്യത്തിലും ഇടപാടുള്ള സ്വാതന്ത്ര്യം ബാലകൃഷ്ണനും അടൂർ വാസിക്ക് ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അപ്പം അന്ന് തിരുവനന്തപുരത്ത് റോസ്കോട്ട് ഭവനത്തിൽ ഇങ്ങനെ അവിടെ ചെല്ലുന്നു, വഴുതക്കാട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ബാസി എന്താ പറയുന്നു, നീ ഒരു യാത്ര പുറപ്പെടണം. ഞാനിവിടെ ഒന്നും പറയണം, നീ വരണം, 2-3 ദിവസം ഡ്രസ്സ് എടുത്തോ, കാര്യം പറയുന്നില്ല. ബാലനല്ലേ വിളിക്കുന്നത്, മറുപടിയും പറഞ്ഞില്ല. ഒരു തകര പെട്ടി എടുത്ത് അന്നേരമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് എന്നെ ചുറ്റും, ആ പെട്ടി അടയത്തില്ല, പെട്ടി അടയുന്ന പെട്ടി ഒന്നുമില്ല, പഴയ പെട്ടി, അതെടുത്ത് അടിയിൽ വെച്ച് ബാലകൃഷ്ണനുണ്ട്, രാമു കരിയാട്ടുമുണ്ട്. അങ്ങനെ എവിടെ അത് ഞങ്ങൾ മദ്രാസിൽ പോകുന്നുള്ളൂ. പോകുന്നിടം പോട്ട് നാട് വന്നിട്ടില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത്, ഇത് മുരുകനെ തന്നൊരു സിനിമ എടുക്കണം, നിനക്ക് റോളുണ്ട്, തോപ്പിൽ വാസി. ആ തോപ്പിൽ വാസി എനിക്കറിയാം, ശരിയെന്ന് പറഞ്ഞ്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടു. ഏതായാലും ബാലൻ പറഞ്ഞതല്ലേ, നിരസിക്കാൻ പറ്റത്തില്ല, മനസ്സില്ലാതെ മനസ്സോടെയാണെങ്കിലും. അപ്പോൾ വിൻസെൻ്റ് മാസ്റ്ററാണ് എൻ്റെ ക്യാമറാമാൻ. അപ്പോൾ വിൻസെൻ്റ് വാസി എടുത്ത് പറഞ്ഞു, നിങ്ങൾ നാടകം നടനാണ്, പക്ഷേ നാടകത്തിൻ്റെ ഒരു ഇതൊക്കെ ആദ്യത്തെ ഷോട്ടിൽ നാടകത്തിൻ്റെ ഒരു പിന്തുണാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരുപാട് മാറ്റി. രാമു കരിയാട്ടും വിൻസെൻ്റ് മാസ്റ്ററും ഭാസിയിലെ നാടകത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണല്ലോ ആദ്യ സിനിമയിൽ. അങ്ങനെ അതിൽ നിന്നൊക്കെ കുറേ മാറ്റി എടുത്ത് ഒരു നടൻ്റെ വളർച്ചയിൽ വിൻസെൻ്റ് മാസ്റ്റർ രാമു കരിയാട്ട് ഒരു പ്രധാന പങ്ക് വഹിച്ചു. തോപ്പിൽ വാസി ഇവർ 3 പേരും കൂടെ ചേർന്ന് ഭാസിയിൽ ഒരു നടനെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു മുടിയനായ പുത്രനിലൂടെ. സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം പരമ. അപ്പൊ പിന്നെ എന്റെ കാര്യം? ആ പുലപ്പുണ്ട് നമ്മൾ വിചാരിക്കുന്നതല്ല ശാസ്ത്രികളെ. ഓ, അവരുടെയൊക്കെ കൂട്ടുകെട്ട് വിടുമ്പോൾ അങ്ങ് മാറാനുള്ളതേ ഉള്ളൂ. സംസർഗമാണല്ലോ ദോഷഗുണം. ധൈര്യമായിരിക്കും കരടി, നാട്ടുകാരൊരു കുഞ്ഞവന്റെ കൂടെ കാണത്തില്ല. ഏതാ ഇങ്ങോട്ട് നോക്കിയേ, അവനേ ആള് മഹാപേശക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു കഥാപാത്രം മുടിയനായ പുത്രനായിരുന്നു.
പിന്നീട് അദ്ദേഹം മലയാള സിനിമയിൽ ഒരു കൂട്ടം എസ് പി പിള്ള, അടൂർ ബാസി, അന്നത്തെ ഏറ്റവും നല്ല കോമഡി എസ് പി പിള്ള, അടൂർ ബാസി കൂടെ ഇങ്ങനെ പല പല സിനിമകളിലും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ബഹദൂർ വരുന്നത്. ബഹദൂർ വന്നതോടുകൂടി ഇവരൊരു കൂട്ടുകെട്ടായി. ലോറൽ ആൻഡ് ഹാർഡി പോലെ ഒരു കൂട്ടുകെട്ട് മലയാളത്തോട് എടുക്കുന്നത്. പിന്നീട് മലയാള സിനിമയിൽ അടൂർ ബാസി ഇല്ലാത്ത സിനിമയില്ല. അങ്ങനെ അദ്ദേഹത്തിന് നായക കഥാപാത്ര സിനിമ ഒന്ന് വിരുദൻ ശംഖു എന്നൊരു കഥാപാത്രമുണ്ട്. ഓറിയന്റൽ മൂവീസിന്റെ PK സത്യപാൽ ഇതൊരു പടമാണ്. അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ തസ്കര വീരൻ സിനിമയിൽ നമ്മൾ നേരത്തെ കാണാം. അദ്ദേഹം തട്ടിപ്പ് നടത്തി പലരെയും പറ്റിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിൽ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ നായകൻ, ഒരു ഹാസ്യ നടൻ നായകനാകുന്ന ഒരു സിനിമയും കൂടാണ് വിരുദൻ ശംഖു. ആ സിനിമ സാമ്പത്തികമായിട്ട് വിജയിച്ചു. അടൂർ ബാസിക്ക് വലിയ പേരായി. വീട്ടില് ചെലവിന് വകയില്ലാതെ വളരെ കഷ്ടപ്പെടുക. നീ സമ്പാദിച്ചു കൊടുക്കും, അതുവരെ കഴിയണമല്ലോ. കഴിഞ്ഞു കൊള്ളണം. അതിനിവിടെ നിന്ന് വേണ്ടത് വാങ്ങിക്കൊണ്ട് പോയാലേ പറ്റൂ. ரொம்ப ஃபிட்டா இருக்கு. திருப்பி கொடுத்துருவோம். ஃபிட்டா இருக்கா? முதுகு எடுத்து எனக்கு சாப்பிட்டுதான் கொஞ்சம் நடந்துதான் ஆகணும். ஆனா அது ஒரு ஹாபிட் ஆகி போச்சு. நடக்கிறது ரொம்ப விசேஷம். தானம் நிதானம் நிதானம் தகனம் 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 ആനന്ദദാനം 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 ആനന്ദദാനം. പിന്നെ മലയാള സിനിമയിലെ ഹാസ്യ കഥാപാത്രം വന്നോണ്ട് അടൂർ ബാസി ഒരു പേര് സജസ്റ്റ് ചെയ്യും, പേലിതമ്പി ദേവദളവ. അതിലും അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഇങ്ങനെ 2-3 പടങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്യുന്ന പരിചയം കൊണ്ടാണ് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം രഘുവംശം, അച്ചാരാമണി, ഓശാരോമൻ, ആദ്യപാഠം എന്ന പടങ്ങളൊക്കെ എടുത്തത്. ആദ്യപാഠത്തിൽ അദ്ദേഹം പുതുമുഖമാണെങ്കിൽ പോലും അന്ന് സത്യനും അസീറും എല്ലാവരും ആര് പിടിച്ചാലും അദ്ദേഹം വരും. പക്ഷേ അദ്ദേഹം ചെയ്ത് കമലഹാസനെ നായകനാക്കി എടുത്ത പടമാണ്. കമലഹാസന്റെ ആദ്യകാലത്തെ മികച്ചൊരു പടമായിരുന്നു ആദ്യപാഠം. നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം അത് സംവിധാന നിലയിൽ ഒരു പുതുമയാർന്ന പലതും കാഴ്ചവെച്ച ഡയറക്ടർ. നമുക്കിനി അദ്ദേഹത്തിന്റെ പഴയമ്മയിലേക്ക് തിരിച്ചറിയാം. അങ്ങനെ അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് പടങ്ങളിൽ കൊച്ചിൻ എക്സ്പ്രസ്, കോട്ടയം കൊലക്കേസ്, ലക്ഷപ്രഭു എന്നിവ. ലക്ഷപ്രഭുവിൽ അദ്ദേഹത്തിന് വിചിത്രമായ റോളാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് പറയാം.